മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം നാം ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സത്യം തന്നെയാണ്. അവിടുത്തെ സ്ത്രീയോട് പറഞ്ഞു, നിന്റെ ഗർഭാരിഷ്ടതകൾ ഞാൻ വർദ്ധിപ്പിക്കും, നീ വേദനയോടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കും, എങ്കിലും നിനക്ക് ഭർത്താവിൽ അഭിലാഷമുണ്ടായിരിക്കും, അവൻ നിന്നെ ഭരിക്കുകയും ചെയ്യും. ആദത്തോട് അവിടുന്ന് പറഞ്ഞു, തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്കുകേട്ട് നീ തിന്നതുകൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. ആയുഷ്കാലം മുഴുവൻ കഠിനാധ്വാനം കൊണ്ട് നീ അതിൽ നിന്ന് കാലയാപനം ചെയ്യും. അത് മുള്ളും മുൾച്ചെടികളും നിനക്കായി മുളപ്പിക്കും. വയലിലെ സസ്യങ്ങൾ നീ ഭക്ഷിക്കും. മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട നീ മണ്ണിനോട് ചേരുന്നതുവരെ നെറ്റിയിലെ വിയർപ്പുകൊണ്ട് ഭക്ഷണം സമ്പാദിക്കും. നീ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ നീ മടങ്ങും. ഇത് കർത്താവിൻ്റെ സൃഷ്ടി പരമ്പര മുതൽ ഇന്നും ഇനിയുള്ള നാളുകളിലും സംഭവിക്കുന്ന കാര്യങ്ങളാണ് വചനത്തിൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ നമ്മളെ ദൈവം ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് നാം ദൈവത്തോട്, സൃഷ്ടാവിനോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ജീവിതം നയിക്കുവാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, യാചിക്കാം. ബ്രദർ തോമസ് ജോർജ് പാണാശ്ശേരി.